നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2.5 പതിറ്റാണ്ടിന് ശേഷമാണ് പോർച്ചുഗൽ ജർമ്മനിയെ പരാജയപ്പെടുത്തുന്നത്. 2000-ലാണ് ഇതിനു മുമ്പ് അവർ തോൽപ്പിച്ചിട്ടുള്ളത്. 2025 വീണ്ടും തോൽപ്പിക്കുമ്പോൾ ഒരു കോൺസിസാവോ ബന്ധം അതിലുണ്ട്. നോക്കുക, പോർച്ചുഗീസ് മാധ്യമം എബോല ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ട് കൊടുത്ത ടൈറ്റിൽ നോക്കണം. അതിൽ പറയുന്നത് കോൺസിസാവോയുടെ ബ്ലഡ് നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്യണം, അതിൽ ജർമ്മനിയെ തോൽപ്പിക്കാനുള്ള കോഡുണ്ട് ഏതാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? യെസ്, അതിൻ്റെ കാരണം 25 വർഷങ്ങൾക്ക് മുമ്പ് പോർച്ചുഗൽ ജർമ്മനിയെ പരാജയപ്പെടുത്തുമ്പോൾ ആ കളി 3-0 പോർച്ചുഗൽ വിജയിക്കുന്നത്. യുവേഫ യൂറോ കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരമാണ്. 3-0 ഗ്രൂപ്പ് എയിലെ മത്സരത്തിൽ പോർച്ചുഗൽ വിജയിച്ച് കയറുമ്പോൾ 3 ഗോളുകൾ നേടിയത് ഒരാളാണ്. ഹാട്രിക് നേടിയത് സെർജിയോ കോൺസിസാവോ. ആ സെർജിയോ കോൺസിസാവോയുടെ പുത്രൻ ഫ്രാൻസിസ്കോ കോൺസിസാവോയാണ് ഇന്നലെ 1-0 പുറകിൽ നിന്ന പോർച്ചുഗലിനെ ഒപ്പമെത്തിച്ചുകൊണ്ടുള്ള അവരുടെ ആദ്യ ഗോൾ നേടുന്നത്. പിന്നീട് വിജയ ഗോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വക. അതുകൊണ്ടാണ് ആ അർത്ഥത്തിൽ അവർ ആ ഒരു ലേഖനം കൊടുക്കുന്നത്. ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളവും മുമ്പ് പലവട്ടം അദ്ദേഹം ജർമ്മനിക്കെതിരെ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ടോ ആ തവണയൊക്കെ പരാജയപ്പെടുകയായിരുന്നു. അതിനു മുമ്പുള്ള 5 മത്സരങ്ങളിലും ക്രിസ്ത്യാനോ ജർമ്മനിയോട് പൊട്ടിയെങ്കിൽ ഇത്തവണ ഇതാ വിജയിച്ച് കയറിയിരിക്കുന്നു. 68-ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ വിന്നർ പിറക്കുന്നു. സോ അച്ഛൻ്റെ വഴിയെ ഒരു മകൻ അവിടെ നടക്കുന്നുണ്ട്, ഫ്രാൻസിസ്കോ കോൺസിസാവോ. അവൻ്റെ കിടിലൻ ഗോളുകൾ ഇതിനു മുമ്പും നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ പ്രതീക്ഷ പോർച്ചുഗലിന് അവനിൽ വെക്കാം. അതേസമയം അവരുടെ വെറ്ററൻ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോഴും ഒരു മൂർച്ചക്കുറവുമില്ലാത്ത അസ്ത്രമായിട്ട് അവരുടെ കൂടെയുണ്ട്. അതും അവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഏതായാലും ജർമ്മനിക്കെതിരെ 2.5 പതിറ്റാണ്ടിന് ശേഷം വിജയിക്കുമ്പോൾ വീണ്ടും ഒരു കോൺസിസാവോ മാജിക്ക് തന്നെയാണ് നമ്മൾ കണ്ടത്. ഒപ്പം CR7 മികവും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.